മലബാർ താലൂക്കിലെ വള്ളുവനാട് പ്രദേശം വിദ്യാഭ്യാസ രംഗത്ത് ഒരു കാലത്ത് പിന്നോക്കം നിൽക്കുന്ന മേഖലകളിൽ ഒന്നായിരുന്നു. ആ കാലഘട്ടത്തിൽ ചെർപ്പളശ്ശേരി, കടമ്പഴിപ്പുറം, പെരിന്തൽമണ്ണ, ഒറ്റപ്പാലം എന്നിവിടങ്ങളിൽ മാത്രമേ ഹൈസ്കൂളുകൾ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സമൂഹത്തിലെ ക്രാന്തദർശികളായ സുമനസ്സുകൾ ചേർന്ന് ശ്രീകൃഷ്ണപുരം ഹൈസ്കൂളിന്റെ രൂപീകരണത്തിനായി മുൻകൈയെടുത്തു. മദ്രാസ് സംസ്ഥാനത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കോഴിപ്പുറത്ത് മാധവമേനോന്റെ അനുഗ്രഹത്തോടെ 1951 ശ്രീകൃഷ്ണപുരം എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകൃതമായി. അക്കാലത്തെ സാമൂഹിക പ്രവർത്തകരുടെ പിന്തുണയും ഉദാരമതികളായ വ്യക്തികളുടെ സംഭാവനകളും ഈ മഹത്തായ പദ്ധതിയെ യാഥാർത്ഥ്യമാക്കി. സ്കൂളിന്റെ സ്ഥാപക നേതാക്കളായ MC നാരായണൻ നമ്പൂതിരി, MKS രാമൻ, M കൃഷ്ണൻ നായർ, NC സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, PM ചിത്രഭാനു നമ്പൂതിരിപ്പാട്, PC നാരായണൻ നമ്പൂതിരിപ്പാട്, CT ചൊക്കുണ്ണിത്തരകൻ, P അപ്പുക്കുട്ടൻ മന്നാടിയാർ, KP കുഞ്ഞിരാമക്കുറുപ്പ് എന്നിവരുടെ ആഗ്രഹത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമായി ഈ വിദ്യാലയം സ്ഥാപിതമായി. സാധാരണക്കാർക്കും വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം മുൻനിർത്തി അക്കാലത്ത് വിദ്യാലയത്തിന് സൗജന്യമായി ഭൂമി നൽകിയ നെടിയേടത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, പെരുമനത്ത് അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാട്, പെരുമനത്ത് ശ്രീകൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവരെ ആദരപൂർവ്വം സ്മരിക്കുന്നു. ശ്രീകൃഷ്ണപുരം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയാണ് ഈ സ്ഥാപനത്തിന് ഭരണം നിർവഹിക്കുന്നത്. ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ മാനേജർ ശ്രീ K രാധാകൃഷ്ണൻ മാസ്റ്ററാണ്. പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക പുരോഗതിയിൽ ഈ സ്ഥാപനം നിർണായക പങ്കുവഹിക്കുന്നു. നിരവധി തലമുറകളുടെ ഭാവിയെ സ്വാധീനിച്ച പൂർവ്വസൂരികളെ സ്മരിച്ചുകൊണ്ട് ഈ അക്ഷരഭൂമിക 7 പതിറ്റാണ്ടായി സമൂഹത്തിന്റെ പ്രകാശഗോകുലമായി നിലകൊള്ളുന്നു. പ്രിയമുള്ളവരെ, 1951 സ്ഥാപിതമായ നമ്മുടെ വിദ്യാലയം 74ാമത് വാർഷികം ആഘോഷിക്കുകയാണ്. 7 പതിറ്റാണ്ടിലധികമായി വിദ്യാഭ്യാസ രംഗത്ത് നാട്ടിൽ തല ഉയർത്തി നിൽക്കാനായ ചാരിതാർത്ഥ്യത്തിലാണ് നമ്മുടെ വിദ്യാലയം. മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധരാണ് നമ്മൾ എന്ന ഒരു കാഴ്ചപ്പാടിലൂടെയാണ് നമ്മുടെ വിദ്യാലയം കടന്നുപോയിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നത് ഒരു നാടിൻ്റെ തന്നെ ആവശ്യമാണ് എന്ന ദിശാബോധത്തോടെയാണ് നമ്മുടെ തലമുറക്കാരായ മാനേജ്മെൻറ്റും വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നത് ഒരു നാടിൻ്റെ തന്നെ സ്വപ്നമാണ് എന്ന ദിശാബോധത്തോടെയാണ് മുൻകാല മാനേജ്മെൻറ്റും അവരുടെ പിൻതലമുറക്കാരായ ഈ മാനേജ്മെൻറ്റും പ്രവർത്തിച്ചിട്ടുള്ളത്. അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് അധ്യാപകരും അനധ്യാപകരും PTA-യും രക്ഷിതാക്കളും അർപ്പണബോധത്തോടെ പ്രവർത്തിച്ചതുകൊണ്ടാണ് നമ്മുടെ വിദ്യാലയത്തിന് ഇന്ന് ഈ നിലയിലെത്താൻ സാധിച്ചിട്ടുള്ളത്. വിശാലമായ ലൈബ്രറി, ആധുനിക സയൻസ് ലാബുകൾ, IT ലാബുകൾ, ICT സാങ്കേതിക വിദ്യ ഉൾച്ചേർത്ത ക്ലാസ് മുറികൾ തുടങ്ങിയവ പഠനത്തെ ആസ്വാദികരമാക്കുന്നു. ഈ സൗകര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് അല്ലെങ്കിൽ പഠനത്തിന് മുതൽക്കൂട്ടാകുന്നു. അതുപോലെ 400 മീറ്റർ ട്രാക്കുള്ള പാലക്കാട് ജില്ലയിലെ ഏക വിദ്യാലയമാണ് നമ്മുടേത്. കുട്ടികളുടെ കായിക ശേഷി വളർത്താൻ വിഭാവനം ചെയ്ത ഈ ഗ്രൗണ്ടിൽ നിന്നാണ് നിരവധി കായിക താരങ്ങൾ പിറവികൊണ്ടിട്ടുള്ളത്. ചുരുക്കത്തിൽ ഈ നാടിന്റെ മുഴുവൻ കൂട്ടായ ആഗ്രഹത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമായി മികച്ച വിദ്യാലയങ്ങളുടെ പട്ടികയിൽ നമ്മുടെ വിദ്യാലയത്തിനും ഇടം പിടിക്കാനായിട്ടുണ്ട്.
1951 സ്ഥാപിതമായ നമ്മുടെ വിദ്യാലയം ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂള് പാഠ്യേതര പ്രവർത്തനങ്ങളിലെല്ലാം ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ മനസ്സിലാക്കി അത് പരമാവധി നല്ല രീതിയിൽ എത്തിക്കുക എന്നതിൽ ഞങ്ങളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ്. കഴിഞ്ഞ വർഷം അധ്യാപക, അനധ്യാപക, PTA, മാനേജ്മെൻറ്റ്, നാട്ടുകാർ എന്നിവരുടെ എല്ലാം സഹായത്തോടു കൂടി വിദ്യാർത്ഥികളുടെ വളർച്ചയ്ക്കും നമ്മുടെ വിദ്യാലയത്തിൻ്റെ പുരോഗതിക്കും ഉതകുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിലടക്കം വളരെ മെച്ചമാർന്ന പ്രകടനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ മികവുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ സബ് ജില്ലാ തലത്തിൽ നമുക്ക് എല്ലാ വർഷത്തെ പോലെ തന്നെ ഓവറോൾ അഗ്രിഗേറ്റ് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. 200ഓളം കുട്ടികളാണ് ജില്ലാ തലത്തിൽ പങ്കെടുത്ത് അങ്ങനെ പൊതുവിദ്യാലയത്തിൽ നമ്മൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത 36 കുട്ടികൾ A ഗ്രേഡോട് കൂടിയിട്ടാണ് മടങ്ങിയത് എന്നത് വളരെ സന്തോഷത്തോടു കൂടി പറയാം. അതുപോലെ കായികമേള എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിൽ 18 കുട്ടികൾ പങ്കെടുത്ത് 6 പേർ സ്വർണം കരസ്ഥമാക്കി. അതുപോലെ പഠന പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 430 കുട്ടികളാണ് കഴിഞ്ഞ വർഷം SSLC പരീക്ഷ എഴുതിയത്. എല്ലാ കുട്ടികളും 430 കുട്ടികളും പാസ്സായി. അതോടൊപ്പം 97 കുട്ടികൾക്ക് ഫുൾ A+ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. കുട്ടികൾ USS പരീക്ഷ 8 കുട്ടികൾ കരസ്ഥമാക്കി. നമ്മുടെ സമീപ പ്രദേശത്തെ വിദ്യാലയങ്ങളുമായി ഒത്തുനോക്കുമ്പോൾ വളരെ നല്ലൊരു വിജയമാണ് നമുക്ക് കൈവരിക്കാൻ സാധിച്ചതെന്ന് കാണാം. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു ഭാവി നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ അവരുടെയും ലക്ഷ്യം. കുട്ടികളുടെ കഴിവുകൾ, സർഗാത്മക കഴിവുകൾ, അതുപോലെ ശാസ്ത്രീയ ബോധം എന്നിവ ഉയർത്തുന്നതിനായിട്ട് ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളും ഇവിടെ പഠന പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അധ്യാപകരുടെയും കുട്ടികളുടെയും കഠിനാധ്വാനം, അതുപോലെ തന്നെ PTA, മാനേജ്മെൻറ്റ്, നാട്ടുകാർ, രക്ഷിതാക്കൾ എല്ലാവരുടെയും സഹകരണത്തോടെയാണ് ഇതെല്ലാം സാധ്യമാകുന്നത്. ഈ വിദ്യാലയത്തിൽ ഞാൻ കഴിഞ്ഞ 28 വർഷമായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 2 വർഷക്കാലം ഞാൻ പ്രധാനാധ്യാപികയായിട്ടും സേവനം ചെയ്തു. ഈ കാലയളവിൽ വളരെയധികം നേട്ടങ്ങളെ കൈവരിക്കാൻ സാധിച്ചതിൻ്റെ ആ ചാരിതാർത്ഥ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ വർഷം ഇവിടെ നിന്നും പടിയിറങ്ങുന്നത്. ഈ അധ്യയന വർഷം ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തെയും മികച്ച പ്രവർത്തനങ്ങൾ PTA പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, ഞങ്ങളെ എൻ്റെ PTA അംഗങ്ങൾ എന്ന നിലയിൽ സ്കൂളിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു എന്നുള്ള വലിയൊരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. ഒരുപക്ഷെ അത് വിലയിരുത്തപ്പെടേണ്ടത് ഇങ്ങനെയുള്ള വാർഷികങ്ങളിലാണെങ്കിൽ പോലും ഈ കഴിഞ്ഞ വർഷം എല്ലാ കാര്യത്തിലും കായികപരമായിട്ടുള്ള കാര്യങ്ങളായാലും ശരി, കലോത്സവങ്ങളായിട്ടുള്ള കാര്യങ്ങളായാലും ശരി, എല്ലാ മേളകളായിട്ട് സംബന്ധിച്ചുള്ള ശരി, ഇനി അക്കാഡമിക് കാര്യങ്ങളായാലും ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ എടുത്തു പറയത്തക്ക ഒട്ടനവധി നേട്ടങ്ങൾക്കാണ് ഈ വർഷം ഞങ്ങൾ നാന്ദി കുറിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള സ്പോർട്സുമായി ബന്ധപ്പെട്ടതായാലും ശരി, കലോത്സവവുമായി ബന്ധപ്പെട്ടതായാലും ശരി, ഒക്കെ തന്നെ സെലക്ട് ചെയ്യുക ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അപ്പോൾ ആ സ്കൂളിലെ 10,000-ഓളം വരുന്ന മുഴുവൻ കുട്ടികളും കുട്ടികളുടെ രക്ഷിതാക്കളും ഈ സ്കൂളിനെടുക്കുന്ന PTA-ക്കൊപ്പം പ്രവർത്തിച്ചു. ഒരു വർഷം കൊണ്ട് ഞങ്ങൾ നിർദ്ധരായ 3 കുട്ടികൾക്ക് ഇത് 3ാമത്തെ സ്നേഹവീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സ്നേഹവീട് നിർമ്മിച്ച് താക്കോൽദാനം നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന് ഈ PTA-യുടെ ഏറ്റവും വലിയൊരു സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ 74ാമത് ആനുവൽ ഡേ ആണ് ഈ 22-ാം തീയതി നടക്കാൻ പോകുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ടീമാണ് PTA, രക്ഷിതാക്കൾ, അധ്യാപകർ, അനധ്യാപകർ, ഇവരെല്ലാം അതിൻ്റെ പിന്നിൽ ശക്തിയായിട്ടുള്ള പ്രവർത്തനമുണ്ട്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം
അവർ കല, കായികം, ശാസ്ത്രം ഇതിലെല്ലാം മികവ് തെളിയിച്ചവരാണ്. അപ്പോൾ അങ്ങനെ എല്ലാ വിധത്തിലും മേന്മ നൽകുന്ന ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ. രണ്ടായിരത്തി 24-25 അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം 2024 ജൂൺ 3 നമ്മുടെ വിദ്യാലയം വർണ്ണാഭമായി ആഘോഷിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ ശ്രീ CC ജയശങ്കർ മാസ്റ്ററാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. വർണ്ണാഭമായി അലങ്കരിച്ച വിദ്യാലയത്തിലേക്ക് ശിങ്കാരിമേളത്തോടെ കുട്ടികളെയും രക്ഷിതാക്കളെയും എതിരേറ്റു. ഞാനിവിടെ പ്രവേശനോത്സവത്തിന് വന്നപ്പോൾ ഇവിടെ ഭയങ്കര രസമായിരുന്നു കാണാൻ. ഒരുപാട് ആർഭാടങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര രസമായിരുന്നു സ്കൂൾ കാണാൻ. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു റോബോട്ടിനെ കൊണ്ടുവന്നു. ആ റോബോട്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ചേർന്ന് അവരോട് പോയി സംശയങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അത് കറക്റ്റായ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഈ ചടങ്ങ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ പങ്കാളിത്തത്തോടെ വളരെ മികച്ച രീതിയിൽ തന്നെ നടത്താൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു. 2024 അധ്യയന വർഷത്തിലെ SSLC, +2, USS, MTSC, NMMS പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. വിജയോത്സവത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MP ശ്രീ VK ശ്രീകണ്ഠൻ നിർവഹിച്ചു. ഈ മഹത്തായ നേട്ടങ്ങൾക്കു പിന്നിൽ വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനം, അധ്യാപകരുടെ മാർഗനിർദ്ദേശം, മാനേജ്മെന്റിന്റെ പിന്തുണ, രക്ഷിതാക്കളുടെ പ്രോത്സാഹനം എന്നിവ നിർണായക പങ്കുവഹിച്ചു. 2024 ജൂൺ 13 മുതൽ 15 വരെ നമ്മുടെ വിദ്യാലയത്തിൽ സുബ്രതോ മുഖർജി സംസ്ഥാനതല ഫുട്ബോൾ ടൂർണമെന്റ് വളരെ വിജയകരമായി തന്നെ നടന്നു. ജില്ലാതലത്തിൽ ആതിഥേയത്വം വഹിക്കാൻ നമ്മുടെ സ്കൂളിന് ഭാഗ്യം ലഭിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ ഉയർന്ന ഉദ്യോഗസ്ഥരും കായിക പ്രവർത്തകരും ഈ മേളയ്ക്ക് നേതൃത്വം നൽകി. ശ്രീ K പ്രേംകുമാർ MLA മുഖ്യ അതിഥിയായി സമാപന ചടങ്ങ് നടന്നു. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സ്കൂൾ കമ്മിറ്റി, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ഒരുമിച്ച് ഈ മേള വിജയിപ്പിക്കാനായി പ്രവർത്തിച്ചു. എൻ്റെ പേര് അലീന. ഞാൻ ഈ സ്കൂളിൽ 10ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഞാൻ ഈ സ്കൂളിലെ ഗേൾസ് ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. ഫുട്ബോളിൽ എനിക്ക് പാലക്കാട് ജില്ലാ ടീമിൽ 2 തവണ കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. കോച്ചും അതേപോലെ സാറും ടീച്ചേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട് കാരണമാണ് എനിക്ക് പറ്റിയത്. വിദ്യാഭ്യാസ രംഗത്തെ ഉയർന്ന ഉദ്യോഗസ്ഥരും കായിക പ്രവർത്തകരും ഈ മേളയ്ക്ക് നേതൃത്വം നൽകി. സ്കൂൾ കലോത്സവം നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥിയായ പാർവന ജി വാര്യർ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത നാടക കലാകാരൻ രാജു നരിപ്പറ്റ മുഖ്യ അതിഥിയായി. നവംബർ 5 മുതൽ 9 വരെ കുണ്ടൂർക്കുന്ന് സ്കൂളിൽ വെച്ച് നടന്ന സബ് ജില്ലാ കലോത്സവത്തിൽ UP വിഭാഗം 210 പോയിന്റുകളോടെയും HS വിഭാഗം 217 പോയിന്റുകളോടെയും 1ാം സ്ഥാനവും HSS വിഭാഗം 252 പോയിന്റുകളോടെ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ചെർപ്പളശ്ശേരി ഉപജില്ലാ കലോത്സവം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ വിദ്യാലയം കരസ്ഥമാക്കി. ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാ ഇനങ്ങളിലും A ഗ്രേഡ് നേടി പൊതുവിദ്യാലയങ്ങളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. എൻ്റെ പേര് റിമ സുനിൽ. ഞാൻ HSS ശ്രീകൃഷ്ണപുരം സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സബ് ജില്ലാ സംസ്ഥാന കലോത്സവത്തിൽ 4 ഇനങ്ങളിൽ A ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ സംഗീതം, കഥകളി സംഗീതം, ഉറുദു സംഘഗാനം, തിരുവാതിരക്കളി എന്നിവയിലാണ് A ഗ്രേഡ് ലഭിച്ചത്. 18 ഇനങ്ങളിലായി 35 കുട്ടികൾ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുകയും പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും A ഗ്രേഡ് നേടി സംസ്ഥാന തലത്തിൽ അഭിമാനകരമായ നേട്ടം കൈവരിക്കുകയും ചെയ്തു. ഇപ്രാവശ്യത്തെ സംസ്ഥാന കലോത്സവത്തിൽ കഥകളി സംഗീതത്തിന് മത്സരിക്കാനുള്ള അവസരം ലഭിച്ചു. ഏറ്റവും വലിയ പ്രചോദനം എൻ്റെ ഗുരുക്കന്മാർ തന്നെയായിരുന്നു. ഞങ്ങൾ രണ്ടാളും സർഗോത്സവം സംസ്ഥാന തലത്തിൽ ഞാൻ പദ്യം ചൊല്ലലിനും ഞാൻ കഥാരചനയ്ക്കും പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ വിജയത്തിന് ഇവിടെ എല്ലാ ടീച്ചർമാരും സപ്പോർട്ടായിരുന്നു. കൂടാതെ ഈ വർഷം പുതുതായി മാനുവലിൽ ചേർത്ത ഗോത്രകലാരൂപമായ പണിയ നൃത്തം സംസ്ഥാന കലോത്സവത്തിൽ A ഗ്രേഡ് നേടി. കൗമാര കലകളുടെ സംഗമമായ കേരള സ്കൂൾ റവന്യൂ ജില്ലാ കലോത്സവം നവംബർ 27 മുതൽ 30 വരെ നമ്മുടെ വിദ്യാലയത്തിലാണ് നടന്നത്. പ്രശസ്ത നർത്തകിയും സിനിമാ നടിയുമായ രചന നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. 150 ഇനങ്ങളിൽ 2500ഓളം കുട്ടികൾ വിവിധ സബ് ജില്ലകളിൽ നിന്നും പങ്കെടുത്തു. കലകളുടെ ഈ ചില്ലം എന്നറിയപ്പെടുന്ന ശ്രീകൃഷ്ണപുരം 20 വർഷങ്ങൾക്കു ശേഷമാണ് പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിന് വേദിയാകുന്നത്. 12 ഉപജില്ലകളിൽ നിന്നായി 5000ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. നിരവധി കലാകാരന്മാരും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ഈ കലാമാമാങ്കത്തിന് നിറപ്പകിട്ടേകി. 2024-25 അധ്യയന വർഷത്തിൽ കായിക രംഗത്ത് മികച്ച നേട്ടങ്ങളാണ് ഉണ്ടായത്. സബ് ജില്ലാ കായികമേളയിൽ അത്ലറ്റിക് എല്ലാ വിഭാഗത്തിലും റണ്ണറപ്പ് നേട്ടം കൈവരിച്ചു. കൂടാതെ കിഡ്ഡീസ്, സീനിയർ എന്നീ വിഭാഗങ്ങളിൽ ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. സബ് ജില്ലാ ഗെയിംസിൽ ചെസ്,
ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, ടഗ് ഓഫ് വാർ, കരാട്ടെ എന്നിവയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയപ്പോൾ ബോക്സിംഗ്, പവർ ലിഫ്റ്റിംഗ്, ഫുട്ബോൾ, വോളിബോൾ, ഖോഖോ എന്നീ മത്സരങ്ങളിൽ സബ് ജില്ലാ റണ്ണേഴ്സ് ആയി. ജില്ലാ കായികമേളയിൽ 120 കുട്ടികൾ പങ്കെടുത്തു. സംസ്ഥാന കായികമേളയിൽ 18 കുട്ടികൾ മത്സരിച്ചപ്പോൾ 6 കുട്ടികൾ സ്വർണ്ണ മെഡൽ നേട്ടം കൈവരിച്ചു. ഈ കഴിഞ്ഞ ജില്ലാ സ്പോർട്സിൽ സബ് ജില്ലയിൽ ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പും ജില്ലാതലത്തിൽ 3 ഇവന്റ് പങ്കെടുക്കാൻ കഴിഞ്ഞു. കൂടാതെ ഒരു വിദ്യാർത്ഥി ദേശീയ കായികമേളയിലും പങ്കെടുത്തു. ഞാൻ ഈ ഡിസ്കസ് ത്രോയിലും ഷോട്ട് പുട്ടിലും ജില്ലയിൽ സംസ്ഥാനങ്ങളിലും മത്സരിച്ചു. അതിൽ ഡിസ്കസ് ത്രോയിൽ ഞാൻ നാഷണൽ ലെവലിലേക്കും പങ്കെടുത്തു. സമഗ്രമായ പരിശീലനം, അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പിന്തുണ എന്നിവ ഈ വിജയം കൈവരിക്കാൻ സഹായകമായി. മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും ഉന്നമനത്തിനായി നമ്മുടെ വിദ്യാലയത്തിൽ രൂപീകരിച്ചിട്ടുള്ള വിദ്യാരംഗം കലാസാഹിത്യവേദി വളരെ സജീവമായി തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ തുടരുന്നു. വിദ്യാരംഗം പ്രവർത്തന ഉദ്ഘാടനം നടത്തിയത് പ്രശസ്ത കലാകാരനായ ശ്രീ പീശപ്പള്ളി രാജീവനാണ്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ സാഹിത്യ സെമിനാറുകളും സാഹിത്യോത്സവങ്ങളും വിജയകരമായി നടത്തി. ഇതിൽ മികച്ച പ്രകടനം നടത്തിയ നമ്മുടെ വിദ്യാർത്ഥികൾ 2 ഇനങ്ങളിൽ സംസ്ഥാനതല ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള അർഹത നേടി. മലയാള ഭാഷയുടെ മാധുര്യം നിറയ്ക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വിദ്യാരംഗം കലാസാഹിത്യവേദിക്ക് സാധിക്കുന്നുണ്ട്. 2024-25 അധ്യയന വർഷത്തിലെ പ്രവൃത്തി പരിചയമേളയിൽ നമ്മുടെ സ്കൂളിന് നല്ല നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തു പറഞ്ഞാലും കുട്ടികൾ ഏതൊരു ഐറ്റം ഉണ്ടാക്കണമെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരുപാട് തവണ പ്രയത്നിക്കും. സ്കൂൾ തുറക്കുമ്പോൾ മുതൽ ജൂൺ മാസം മുതൽ തന്നെ അതിൻ്റെ പിന്നാലെ നടന്നിട്ട് ആ ഒരു ഐറ്റം എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത് ചെയ്യാൻ അവർ സഹകരിച്ചിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂന്നിയ നൂതന ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മികച്ച സംരംഭം തന്നെയാണ് അഡൽട്ട് ടിങ്കറിംഗ് ലാബ്. ഇലക്ട്രോണിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് തുടങ്ങിയ മേഖലകളിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുവരുന്നു. വിദ്യാർത്ഥികളുടെ സാങ്കേതിക പ്രതിഭ വികസിപ്പിക്കുന്നതിനും ആധുനിക സാങ്കേതിക വിദ്യകളിൽ അവരെ പര്യാപ്തരാക്കുന്നതിനും ഉതകുന്ന ഒരു മാതൃകാ വേദിയാണ് 2024 ജനുവരിയിൽ സംഘടിപ്പിച്ച ടെക് എക്സ്പോ. ഈ ലാബിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു മികച്ച ഉദാഹരണമായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ 2 കൊല്ലത്തെ ശാസ്ത്രമേളകൾക്ക് സബ് ജില്ല ഫസ്റ്റ്, പല ജില്ലയിൽ പല സ്ഥലങ്ങളിലായിട്ട് റോബോട്ട് നിർമ്മിക്കുകയുണ്ടായി. അത് പൂർണ്ണമായി ഇവിടുത്തെ ATL, അതായത് അഡൽട്ട് ടിങ്കറിംഗ് ലാബിന്റെ സഹായത്തോടെ ഇവിടുത്തെ ടീച്ചർമാരുടെ ഗൈഡൻസിന്റെ അണ്ടറിലാണ് ചെയ്തത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൂടെ ഭാവിയിലേക്ക് നീങ്ങുന്ന ഈ പ്രവർത്തനങ്ങൾ യുവതലമുറയെ പുതിയ ലോകത്തേക്ക് നയിക്കുന്നു. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് സമൂഹത്തിൽ മാനവികതയുടെയും സേവനത്തിന്റെയും മഹാസത്തയെ ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. സ്നേഹഭവന നിർമ്മാണത്തിനായി ജില്ലാതല കലോത്സവത്തിൽ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ധനസമാഹരണ പരിപാടി ശ്രദ്ധേയമായി നടത്തി. വളരെ ആശങ്കാപൂർവമായിട്ടാണ് ഈ സ്നേഹഭവന പദ്ധതി ഏറ്റെടുത്തത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്നാണ്. കാരണം ഇതിലേക്ക് ആവശ്യമായ സംഖ്യ കണ്ടെത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. എന്നാൽ വിദ്യാർത്ഥികളിലൂടെ ഇതിൻ്റെ താല്പര്യവും ഇതിൻ്റെ പ്രാധാന്യവും അവരെ കൊണ്ട് മനസ്സാക്കിപ്പിച്ച് വിദ്യാർത്ഥികളുടെ നിരവധി പ്രവർത്തനങ്ങൾ, അതായത് പഴയ സ്ക്രാപ്പുകൾ വീടുകളിൽ പോയി കളക്ട് ചെയ്ത്, ആ സ്ക്രാപ്പ് കളക്ട് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം മാത്രമല്ല, ഇത് എത്രമാത്രം നമുക്കറിയാം, ഇന്ന് സ്ക്രാപ്പുകൾ പരിസ്ഥിതിക്ക് വരുന്ന ദോഷങ്ങളറിയാം, അത് കുട്ടികൾ മനസ്സിലാക്കണം. അതിലൂടെ ഈ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് സാമ്പത്തിക കാര്യങ്ങൾ കണ്ടെത്തണം, അതും ഉദ്ദേശമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിഷ് വാഷ് നിർമ്മാണം, ഫിനോയിൽ നിർമ്മാണം, സമ്മാന കൂപ്പടകൾ, ഇതിലൂടെയൊക്കെ കുട്ടികളെ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്നേഹവീട് നിർമ്മിക്കുമ്പോൾ സമൂഹത്തിൽ ഇന്ന് നിരവധി കുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും. ഒപ്പം തന്നെ അവർക്ക് സാമൂഹ്യ സന്നദ്ധതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും കഴിയും. 2 വീടുകൾ ഇതിനോടകം നിർമ്മിച്ച് നൽകിയിരുന്നു. 3ാമത്തെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണപുരത്തിന്റെ ഹൃദയഭാഗത്ത് മുമ്പ് പ്രവർത്തിച്ചിരുന്ന സർവോദയ സംഘത്തിന്റെ മുൻവശത്ത് 1963 കെ കേളപ്പൽ അനാച്ഛാദനം ചെയ്ത ഗാന്ധി പ്രതിമ നവീകരിച്ചു. ഞങ്ങൾ NSS പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരു നെൽകൃഷി ചെയ്തു. ഇവിടെ ശ്രീകൃഷ്ണപുരം വെങ്കലപ്പാടത്ത് പോയിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു പുതിയ അനുഭവമായിരുന്നു. NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജീവദ്യുതി രക്തദാന ക്യാമ്പ്, ദുരന്ത നിവാരണ പരിശീലനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. വയനാട് ദുരന്ത നിവാരണത്തിന്റെ ഫണ്ട് കണ്ടെത്താനായിട്ടാണ് ഞങ്ങൾ ഇതിനൊരു തട്ടുകട ഒരു പദ്ധതി ഇങ്ങനെ കൊണ്ടുവന്നത്. ഞങ്ങളുടെ സാറ് ബാലകൃഷ്ണ സാറാണ് ഈ ഒരു ഐഡിയ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നത്. വീട്ടിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, നിരവധി സാധനങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന്
അത് മാത്രം വിൽക്കുക. നമ്മൾ ഒരിക്കലും മറ്റ് കടകളിൽ നിന്ന് വാങ്ങിയിട്ടല്ല ചെയ്ത് വീട്ടിലുണ്ടാക്കുന്ന നിരവധി മധുരപലഹാരങ്ങൾ, സംഭാരങ്ങൾ, അതുപോലെ തന്നെ നാരങ്ങ വെള്ളം, ഇതൊക്കെ വിറ്റ് നല്ലൊരു സംഖ്യ അവർ ഈ വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു. ഒപ്പം തന്നെ ആ വീടിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ പൈസ ഡൊണേറ്റ് ചെയ്തപ്പോൾ അവർ തന്നെ സ്വയം മുന്നിട്ടിറങ്ങി നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോയി വിവിധ തരത്തിലുള്ള പേപ്പറുകളും തകരപാത്രങ്ങളൊക്കെ സംഘടിപ്പിച്ച് അതിലൂടെ നമുക്ക് പൈസ സമ്പാദിക്കാൻ കഴിഞ്ഞു. അങ്ങനെ വയനാട് ദുരിതാശ്വാസത്തിലേക്കും നമ്മൾ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം ഒരു സംഖ്യ നൽകുകയുണ്ടായി. പകൽ വീട്ടിൽ വയോജനങ്ങൾക്കൊപ്പം ഓണം ആഘോഷിച്ചതും ഹരിതകർമ്മസേനയ്ക്കൊപ്പം പങ്കാളികളായതും മാനവികതയുടെ മഹാസത്തയെ ഉയർത്തിപ്പിടിക്കുന്ന ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളായി മാറി. നമ്മുടെ വിദ്യാലയത്തിൽ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന NCC യൂണിറ്റിൽ 60 ആൺകുട്ടികളും 40 പെൺകുട്ടികളുമായി 100 പേർക്ക് മികച്ച രീതിയിൽ പരിശീലനം നൽകുന്നു. ഈ വർഷം 56 പേർ പുതുതായി അംഗത്വം നേടി. സാമൂഹിക പ്രതിബദ്ധതയുള്ള വിവിധ പരിപാടികൾ ഈ യൂണിറ്റിന്റെ കീഴിൽ നടന്നുവരുന്നു. ഊട്ടിയിൽ വെച്ച് നടന്ന റോക്ക് ക്ലൈംബിംഗ് ആൻഡ് ട്രക്കിംഗ് ക്യാമ്പിൽ നമ്മുടെ സ്ഥാപനത്തിലെ ആദ്യശ്രീ ടീം പങ്കെടുത്തു. അതുപോലെ തന്നെ ദേശീയ തലത്തിലുള്ള ക്യാമ്പായ EBSB ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പിലേക്ക് നമ്മുടെ സ്കൂളിലെ അഭിഷേക് MR സെലക്ഷൻ ലഭിച്ചിരുന്നു. JNV പെരിയയിൽ വെച്ച് ഡിസംബർ മാസത്തിലാണ് ഈ ക്യാമ്പ് നടന്നത്. ഓരോ പ്രവർത്തനത്തിലും നമ്മുടെ സ്ഥാപനത്തിലെ കേഡറ്റുകൾ മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത്. CWS സ്കോളർഷിപ്പ് 6000 രൂപയുടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദിനാചരണങ്ങൾ സമുചിതമായി സംഘടിപ്പിക്കുകയും വിദ്യാർത്ഥികളിൽ ദേശീയ ബോധവും അനുസരണാശീലവും വളർത്തുകയും ചെയ്യുന്നു. സംസ്ഥാന ദേശീയതല ക്യാമ്പുകളിൽ നമ്മുടെ കേഡറ്റുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. അവരുടെ കഠിന പരിശ്രമവും പ്രതിബദ്ധതയുമാണ് ഈ നേട്ടങ്ങളുടെ അടിസ്ഥാനം. NCC പരിശീലനത്തിലൂടെ ഒരു വ്യക്തിയുടെ സംവേദനക്ഷമതയും ആത്മവിശ്വാസവും മെച്ചപ്പെടുത്തുന്നതിൻ്റെ കൂടെ സമൂഹത്തിൽ ഉണർവോടെ പ്രവർത്തിക്കാനുള്ള മാനസികവും ശാരീരികവുമായുള്ള ശക്തി നൽകുന്നു. നമ്മുടെ വിദ്യാലയത്തിൽ 64 സ്കൗട്ടുകളും 24 ഗൈഡുകളുമുണ്ട്. ഇവർ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുകയും സാമൂഹിക ഉത്തരവാദിത്തം നിറവേറ്റുകയും ചെയ്യുന്നു. ലഹരി വിരുദ്ധ റാലി, സ്കിറ്റ്, ഫ്ലാഷ് മോബ് എന്നിവയും സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം എന്നീ ദേശീയ ആഘോഷങ്ങളിൽ വർണ്ണാഭമായ പരിപാടികളും സ്കൗട്ട് ആൻഡ് ഗൈഡ് വിഭാഗം സംഘടിപ്പിച്ചു. ഇവരെ തന്നെ മാത്രമായ ഒരു ഐറ്റമാണ് പിരമിഡ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അത് കാലങ്ങളായിട്ട് ഒരു 2-3 വർഷങ്ങളായിട്ട് സ്വാതന്ത്ര്യ ദിനത്തിനും അതുപോലെ റിപ്പബ്ലിക് ദിനം എന്നീ മേഖലകളിൽ സ്ഥിരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പിരമിഡ് ഫോർമേഷൻ. ഗൈഡ് കമ്പനിയിലുള്ളത് 11 കുട്ടികളാണ്. ആ 11 കുട്ടികൾക്കും ഈ വർഷം രാജ്യ പുരസ്കാരം ലഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മികച്ചതും വ്യത്യസ്തവുമായ പ്രവർത്തനങ്ങളായിരുന്നു ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് HSS വിഭാഗം കഴിഞ്ഞ വർഷം നടത്തിയത്. ലഹരിമുക്തി, പാലിയേറ്റീവ്, റോഡ് സുരക്ഷ, ബോബേ ജോബ്, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം തുടങ്ങി ജനങ്ങളിൽ ബോധവൽക്കരണം ഉളവാക്കുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. ജില്ലാ യുവജനോത്സവത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ബോട്ടിൽ ഹോം സംസ്ഥാന തലത്തിൽ ശ്രദ്ധ നേടിയ സർഗാത്മക പ്രവർത്തനമായിരുന്നു. പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുള്ള കാലൻ, പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ ഭാഗമായ തട്ടുകട, വിമുക്തി ഫ്ലാഷ് മോബ്, തെരുവു നാടകം എന്നിവ കുട്ടികളിലും സമൂഹത്തിലും ദിശാബോധം വളർത്തുന്ന പ്രവർത്തനങ്ങളായിരുന്നു. സ്കൗട്ട് മാസ്റ്ററായ സന്തോഷ് PR, ഗൈഡ് ക്യാപ്റ്റന്മാരായി സിന്ധു KS, ശാലിനി KR എന്നിവർ നേതൃത്വം നൽകുന്നു. സാമൂഹിക സേവനത്തിൽ തൽപരരായ പുതുതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ വിദ്യാലയത്തിൽ JRC സജീവമായി പ്രവർത്തിച്ചു വരുന്നു. 9ഉം 10ഉം ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളാണ് ഇതിന്റെ അംഗങ്ങൾ. 8, 9, 10 ക്ലാസ്സുകളിലായിട്ട് ഏകദേശം 180ഓളം കുട്ടികളാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇവരിൽ ഓരോ കർത്തവ്യം നമ്മൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ ചുമതല കൊടുക്കുമ്പോഴും അവരത് എത്ര നന്നായിട്ടാണ് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നാം. കാരണം ഒരു സേവനം ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിക്കൊണ്ട് നമ്മൾ കാണുന്നത്. ഹോസ്പിറ്റലുകളിലായാലും അല്ലെങ്കിൽ സ്കൂളുകളായാലും അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളായാലും ഇവയെല്ലാം വൃത്തിയാക്കലും ഇതൊന്നും ഒരു മടിയും കൂടാതെ ആ കുട്ടികൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർ മാനസികമായി അത് തയ്യാറെടുത്തിട്ടാണ് വരുന്നത്. JRCയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പുകൾ, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ, ദുരന്ത നിവാരണ പരിശീലനങ്ങൾ, ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങിയവ നടത്തുന്നു. ഇതുവഴി കുട്ടികൾക്ക് സാമൂഹിക ഉത്തരവാദിത്വം, കാരുണ്യം, സഹനം എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാനും പ്രായോഗികമായി പങ്കാളിയാകാനും അവസരം ലഭിക്കുന്നു. JRCയുടെ ഈ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തമുള്ള പൗരന്മാരാക്കി മാറ്റുന്നു. 2024-25 അധ്യയന വർഷത്തിലെ നമ്മുടെ സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾ അവരുടെ സാങ്കേതിക പ്രതിഭകൾ പ്രകടിപ്പിച്ച് വളരെ മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു.
ഏഷ്യയിലെ തന്നെ കുട്ടികളുടെ ഏറ്റവും വലിയ IT കൂട്ടായ്മയാണ് ലിറ്റിൽ കൈറ്റ്സ്. ലിറ്റിൽ കൈറ്റ്സ് നമ്മുടെ സ്വന്തം ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ട്. ഞാൻ മാളവിക, ഞാൻ ലിറ്റിൽ കൈറ്റ്സിലെ ഒരു അംഗമാണ്. ലിറ്റിൽ കൈറ്റ്സിൽ വീഡിയോ എഡിറ്റിംഗ് മുതൽ ബ്ലെൻഡർ പോലുള്ള സോഫ്റ്റ്വെയറിൽ അനിമേഷൻ ചെയ്യാൻ ഒക്കെ നമുക്ക് ട്രെയിനിങ് തരുന്നുണ്ട്. ട്രെയിനിങ് തരുന്നത് നമ്മുടെ ബിജു സാർ, അമ്പിളി ടീച്ചർ, പ്രശാന്ത് മാഷ് തുടങ്ങിയവരാണ്. ഇവരുടെയൊക്കെ സപ്പോർട്ട് കാരണം നമ്മുടെ സ്കൂളിന് കുറേ അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് കുറേ വെബ്സൈറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട്, ആപ്പുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുമാതിരി ഇവിടെ ജില്ലാ കലോത്സവം ഉണ്ടായ സമയത്ത് നമുക്ക് പ്രോഗ്രാമിൻ്റെ ലൈവ് ടെലികാസ്റ്റിംഗ് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കിട്ടിയ കുറേ അച്ചീവ്മെന്റ്സ് ആണ്. ഇത് കൂടാതെ നമ്മുടെ ടീമിലെ കുട്ടികൾ ന്യൂസ് വീഡിയോസ് ഉണ്ടാക്കുക, അതുമാതിരി ഡിജിറ്റൽ മാഗസീനുകൾ ഉണ്ടാക്കുക, അനിമേഷൻ വീഡിയോസ് ഉണ്ടാക്കുക എന്നുള്ള കുറേ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിറ്റിൽ കൈറ്റ്സിൽ ഒരു പ്രാവശ്യം എനിക്ക് ജില്ലാ ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിലൂടെ നമ്മുടെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബ്ലെൻഡർ പോലെ സോഫ്റ്റ്വെയർ വെച്ചിട്ട് അനിമേഷൻ സൃഷ്ടിക്കാൻ സാധിച്ചു. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. ഇവിടെ കുട്ടികൾ തന്നെ ലിറ്റിൽ കൈറ്റ്സ് ഐഡന്റിറ്റി കാർഡുകൾ നിർമ്മിച്ച് വിതരണം ചെയ്തു. ഈ ജില്ലാ കലോത്സവത്തിന് ഒരു സെൽഫി പോയിന്റ് സൃഷ്ടിക്കുകയും റെക്കോർഡിംഗ് വീഡിയോകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഈ പ്രവർത്തനങ്ങളിൽ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾ മുഖ്യ പങ്ക് വഹിച്ചു. കുട്ടികൾക്ക് IT മേഖലയിലൂടെയുള്ള ഈ പഠനത്തിലൂടെ തങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നതിനും അവർക്കൊരു സ്വയം തൊഴിൽ എന്ന നിലയ്ക്ക് തങ്ങളുടെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും ഈ ലിറ്റിൽ കൈറ്റ് എന്ന ഈ ക്ലബ്ബ് സഹായിക്കുന്നു. ഭാവിയിലെ സാങ്കേതിക വെല്ലുവിളികൾക്ക് തയ്യാറെടുക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സ്കൂളിന് പ്രചോദനമായി മാറിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സൗഹൃദ ക്ലബ് +1, +2 വിദ്യാർത്ഥികൾക്കായി 2011 മുതൽ നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. നേതൃത്വം, സാമൂഹിക പ്രതിബദ്ധത, നല്ല ആരോഗ്യശീലങ്ങൾ, ജീവിത നൈപുണ്യം, ആരോഗ്യകരമായ സമപ്രായക്കാരുടെ ബന്ധം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഈ കൗൺസിലിംഗിന്റെ ഭാഗമായി എല്ലാ വർഷവും കൗൺസിലിംഗ് ക്ലാസുകൾ നടത്തിവരുന്നു. UP, HS, HSS വിഭാഗങ്ങളിലായി 150ഓളം വിദ്യാർത്ഥികൾ അംഗങ്ങളായ വരപ്പട ആർട്സ് ക്ലബ് ഈ വർഷവും വ്യത്യസ്തമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. രാമായണത്തിലെ പ്രധാന കഥാസന്ദർഭങ്ങൾ ആസ്പദമാക്കി 8ാം ക്ലാസ്സിലെ ഫാത്തിമ സിയ വരച്ച ചിത്രകഥാ പരമ്പര 1 മാസം നീണ്ടുനിന്നു. മാഷാണ് എനിക്ക് രേഖാരാമായണം എന്ന് പറഞ്ഞ ടോപ്പിക്ക് തന്നത്. എനിക്ക് ഇതിൽ നല്ല ഇൻട്രസ്റ്റ് തോന്നി. ഞാൻ അങ്ങനെ നന്നായി വരച്ചു. ഇതിലൂടെ എനിക്ക് കുറേ അംഗീകാരങ്ങളെല്ലാം കിട്ടി. ഇതിലൂടെയായിരുന്നു എനിക്ക് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുള്ള കലോത്സവത്തിലെല്ലാം പങ്കെടുത്ത് കുറേ സമ്മാനങ്ങൾ വാങ്ങാൻ കഴിഞ്ഞു. 2024 ഓഗസ്റ്റ് 18 കോലുമിഠായി എന്ന പേരിൽ ഒരു ഏകദിന ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രശസ്ത ചിത്രകാരൻ രമണൻ വാസുദേവൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മനോജ് പൂളയ്ക്കൽ, സന്തോഷ് ബാലി, ഷൈജു ശശി താനൂർ തുടങ്ങിയ പ്രശസ്ത ചിത്രകാരന്മാർ ക്യാമ്പിൽ പങ്കെടുത്തു. സംസ്ഥാന തലത്തിൽ പെൻസിൽ ഡ്രോയിങ്, ഓയിൽ പെയിന്റിംഗ്, കാർട്ടൂൺ, കൊളാഷ് എന്നിവയിൽ A ഗ്രേഡ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 2024 നവംബർ 20 സ്കൂൾ മാനേജ്മെന്റിന്റെ പിന്തുണയോടെ ക്യാൻവാസ് ഡ്രീംസ് എന്ന പേരിൽ അക്രലിക് 1 ഡേ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. സ്കൂളിലെ കലാഭവനിൽ നടന്ന ഈ പരിപാടിയിൽ 60 പെയിന്റിങ്ങുകൾ പൂർത്തിയാക്കി പ്രദർശിപ്പിച്ചു. ഒരു പഠന പ്രവർത്തനത്തെ കുട്ടികൾ ക്രിയാത്മകമായി ഏറ്റെടുത്ത പരിപാടിയാണ് സ്കൂൾ അങ്കണത്തിന് മനോഹാരിത നൽകിയ വാർലി പെയിന്റിംഗ്. മഹാരാഷ്ട്രയിലെ ഗോത്രകലാരൂപമായ വാർലി പെയിന്റിംഗിൽ 200 വിദ്യാർത്ഥികൾ ചിത്രം വരച്ചു. തുടർച്ചയായി 3ാം വർഷവും വിദ്യാർത്ഥികൾക്കായി നിറവസന്തം എന്ന പേരിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു വരുന്നു. സ്കൂളിലെ ചിത്രശാലയിൽ വിദ്യാർത്ഥികളുടെ ചിത്രപ്രദർശനവും നടക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളിൽ സർഗശേഷി വർദ്ധിപ്പിക്കുന്നു. വരപ്പട ആർട്സ് ക്ലബ് കലയുടെ സൗന്ദര്യം സമൂഹത്തിലേക്ക് പകർത്തിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുന്നു. വിദ്യാലയത്തിന്റെ അഭിമാനമായ ഇവിടെ പഠിച്ചിറങ്ങിയ പാർവതി വിജയെ സംസ്കൃതത്തിൽ PhD നേടിയതിന്റെ ഭാഗമായി ആദരിച്ചു. മാതൃക സംസ്കൃത വിദ്യാലയ പദ്ധതി ആരംഭിച്ചതിൻ്റെ തുടർച്ചയായിട്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഉപജില്ലാതല കലോത്സവത്തിൽ UP വിഭാഗം 87 പോയിന്റ് നേടി, HS വിഭാഗം 88 പോയിന്റ് നേടി 3ാം സ്ഥാനവും കരസ്ഥമാക്കിക്കൊണ്ട് വിവിധ ഇനങ്ങളിൽ ജില്ലാതല മത്സരങ്ങൾക്ക് യോഗ്യത നേടി. UP, HS, HSS വിഭാഗങ്ങളിൽ സംസ്ഥാനതല പ്രശ്നോത്തരി മത്സരത്തിലും മെഗാ ക്യൂസ് മത്സരത്തിലും അഖില കേരള പ്രശ്നോത്തരിയിലും 1ാം സ്ഥാനം കരസ്ഥമാക്കി.
കേന്ദ്രീയ സംസ്കൃത വിദ്യാപീഠം ന്യൂഡൽഹി നൽകുന്ന ദേശീയ സംസ്കൃത സ്കോളർഷിപ്പിന് HSS വിഭാഗത്തിൽ നിന്നും 92 വിദ്യാർത്ഥികളും HS വിഭാഗത്തിൽ നിന്നും 45 വിദ്യാർത്ഥികളും യഥാക്രമം 6000, 5000 രൂപ വീതം സ്കോളർഷിപ്പിന് അർഹരായി. മാതൃകാ സംസ്കൃത വിദ്യാലയ പദ്ധതിയുടെ ഭാഗമായി പ്രാരംഭ പരീക്ഷയിൽ 29 പേരും അനൗപചാരിക പരീക്ഷയിൽ 21 പേരും പരീക്ഷ എഴുതി. സംസ്കൃത വിഭാഗത്തിൻ്റെ കൂട്ടായ പരിശ്രമം ഈ സന്ദർഭത്തിൽ ഏറ്റവും ഭംഗിയായി നിറവേറ്റുന്നതിൽ ഞങ്ങളെല്ലാവരുടെയും പങ്കും അതുപോലെ തന്നെ കുട്ടികളുടെ ഓരോരുത്തരുടെയും ഏറ്റവും മികവുറ്റ കഴിവും പ്രകടിപ്പിക്കുന്നതിന് ഏറ്റവും പറ്റിയ സാഹചര്യം പരമാവധി ഭംഗിയായി വിലയിരുത്തുന്നതിനും അതുപോലെ തന്നെ പ്രകടിപ്പിക്കുന്നതിനുമുള്ള അവസരമാണ് ഈ വിദ്യാലയം ഒരുക്കുന്നത് എന്ന് അറിയിക്കുന്നതിന് ഏറ്റവും അധികം സന്തോഷവും അഭിമാനവും ഉണ്ട്. സബ് ജില്ലാ IT മേളയിൽ UP ഹൈസ്കൂൾ വിഭാഗങ്ങൾ തുടർച്ചയായി അഗ്രിഗേറ്റ് 1, 2 സ്ഥാനങ്ങൾ 5 വർഷമായി നിലനിർത്തി പോരുന്നു. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലായിട്ട് 3 ലാബുകൾ, പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ 3 IT ലാബുകളാണ് സൂക്ഷ്മ സ്കൂളുകളിൽ. ഈ സ്കൂളിലെ 60ഓളം ക്ലാസ് റൂമുകൾ ഹൈടെക് ക്ലാസ് റൂമുകളാണ്. കേരള പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ മികച്ച ഭാഷാ അധ്യാപകനുള്ള പുരസ്കാരം നമ്മുടെ വിദ്യാലയത്തിലെ ഡോക്ടർ VK രാജകൃഷ്ണൻ മാസ്റ്റർ കരസ്ഥമാക്കി. 2024 പാലക്കാട് ജില്ലാ കലോത്സവത്തിന് വിദ്യാലയത്തിലെ ചിത്രകലാ അധ്യാപകൻ TK വിമിൻദാദ് രൂപകൽപ്പന ചെയ്ത ലോഗോ തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ വർഷത്തെ പഠനയാത്ര വിദ്യാർത്ഥികൾക്ക് ഒരു അവിസ്മരണീയമായ അനുഭവമായി. മൈസൂർ പാലസ്, വൃന്ദാവൻ ഗാർഡൻ എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചു. പാഠ്യേതര രംഗത്ത് ഒട്ടനവധി നേട്ടങ്ങളിലൂടെ കടന്നുപോകാൻ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ മഹത്തായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത് മാനേജ്മെൻറ്റ്, PTA, അധ്യാപക, അനധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, മുൻകാല അധ്യാപകർ, അനധ്യാപകർ എന്നിവരുടെയെല്ലാം കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായാണ്. വിദ്യാലയത്തിൻ്റെ സർവതോമുഖമായ പുരോഗതിക്ക് അഭ്യുദയകാംക്ഷികളായ സുമനസ്സുകൾ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നു. മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കുട്ടിയുടെ അവകാശമാണെന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഈ റിപ്പോർട്ട് സവിനയം സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്മയുള്ള സമൂഹത്തിന് മേന്മയുള്ള വിദ്യാഭ്യാസം. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ.